വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിംഗ് നൽകുന്നത്. ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഹായ് എവ്രിവൺ. ഇന്നത്തെ നമ്മളുടെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഈ രണ്ട് വാക്കുകളുടെ ഉപയോഗം ആണ്. എങ്ങനെയാണ് ഈ വാക്കുകൾ ഉപയോഗിച്ച് പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈ നെയിം ഈസ് ദിനൂപ് ആൻ്റണി ഓൺ ബിഹാഫ് ഓഫ് ജിനൂസ് അക്കാദമി. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഒത്തിരി ആളുകൾക്ക് കൺഫ്യൂഷനുള്ള രണ്ട് വാക്കുകളാണ് ഇംഗ്ലീഷിൽ. ആദ്യം തന്നെ പറയാമല്ലോ, വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഉപയോഗം നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ പറ്റും. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഹാവ് ആൻഡ് ഹാസ് ഒരു മെയിൻ വെർബായിട്ട്, ഒരു സെൻറ്റൻസിലെ മെയിൻ വെർബായിട്ടും അല്ലെങ്കിൽ ഒരു മെയിൻ വെർബിനെ സഹായിക്കുന്ന ഹെൽപ്പിംഗ് വെർബായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് മെയിൻ വെർബാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ, കുറേ ആക്ഷൻസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നടക്കാറുണ്ട്, എല്ലാ ദിവസവും നടക്കാറുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഞാൻ എല്ലാ ദിവസവും നടക്കാറുണ്ട്. ഐ വാക്ക് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ട്. ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വോക്ക് ഉപയോഗിച്ചു, രണ്ടാമത്തെ സെൻറ്റൻസിൽ ഗോ ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെർബാണ് ഹാവ്. ഒരു സെൻറ്റൻസിലെ ഒരു പ്രത്യേക മീനിങ് കൊടുക്കാനായിട്ട്, ഒരു സെൻറ്റൻസിന് ഒരു പ്രത്യേക മീനിങ് കൊടുക്കാനായിട്ട് നമുക്ക് ഹാവും ഹാസും ഉപയോഗിക്കാം. അതെങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു പൊസഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇച്ചിരി ഡൗട്ട് ഉണ്ടാവും. പെട്ടെന്ന് ആ വാക്ക് കേൾക്കാൻ നേരത്ത് എന്താണ് ആ വാക്കിൻ്റെ മീനിങ് എന്ന് നമ്മളെ പോലെ തന്നെ ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു വാക്കാണ് പൊസഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഉടമസ്ഥത. എന്തിൻ്റെയെങ്കിലും ഉടമസ്ഥത എന്ന് പറയുന്നതിനായിട്ട് നമുക്ക് ഹാവും ഹാസും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സൈക്കിളുണ്ട്. ഇവിടെ എൻ്റെ പൊസഷനാണ് എന്തെന്ന് പറയുന്നത്, സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സൈക്കിൾ ഉണ്ട് എന്ന് പറയുന്നതിനായിട്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഉണ്ട്, ഐ ഹാവ്, പിന്നെ എനിക്ക് എന്താ ഉള്ളത്, എ ബൈസൈക്കിൾ. ഐ ഹാവ് എ ബൈസൈക്കിൾ. അതേപോലെ തന്നെ ഞാൻ പറയുകയാണ്, എനിക്കൊരു പേനയുണ്ട്. ആദ്യം ആർക്കാ ഉള്ളത്, എനിക്കാണ് അല്ലേ. അപ്പം ഞാൻ ആദ്യം എനിക്ക് എന്ന് പറയുന്നതിന് പകരം ഐ ഉപയോഗിച്ചു. ഐ ഹാവ് എ പെൻ. ഒരു പേന ഉള്ളതുകൊണ്ടാണ് എ പെൻ എന്ന് പറഞ്ഞത്. ഒന്നിൽ കൂടുതൽ പേന ഉണ്ടെങ്കിലോ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, ഐ ഹാവ് 5 പെൻസ്. ഞാൻ ഒന്നുകൂടി പറയാം, ഐ ഹാവ് 5 പെൻസ്. 5 പേനകളുള്ളതുകൊണ്ട് പെന്നിൻ്റെ കൂടെ ഒരു എസ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. പ്ലൂറലിനായതുകൊണ്ട് നമ്മൾ എസ് കൂടി ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒത്തിരി സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഹാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹാസിനും ഈ ഉപയോഗം തന്നെയാണ് നമുക്കുള്ളത്. ഹാസ് എന്ന വാക്കുകൊണ്ടും ഈ സെയിം ഉപയോഗം കൊണ്ടാണ് നമുക്കുള്ളത്. അതായത് ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഒരാൾക്കുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഹാസ് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ പേരെടുക്കാം, വിശാഖ് എന്ന പേരാണ് ഞാൻ എടുക്കുന്നത്. വിശാഖിന് ഒരു സ്കൂട്ടറുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ഒരാളെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ വിശാഖ് ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹാസ് ഉപയോഗിക്കണം. ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാവ് ഉപയോഗിക്കണം. ഇവിടെ വിശാഖിനെ കുറിച്ച് ഞാൻ പറയുന്നതുകൊണ്ട് വിശാഖ് ഹാസ് എ സ്കൂട്ടർ. അപ്പോൾ നിങ്ങളിൽ ഒത്തിരി പേർക്ക് വരാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷനാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ഐ ഹാവ് എ പെൻ എന്നാണല്ലേ. ഇപ്പോൾ ഐ എന്ന് പറയാൻ നേരത്ത് ഞാൻ മാത്രമാണല്ലോ ഉള്ളത് എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. ഐ എന്നുള്ളത് ഒരു പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ യു
ഐ ആൻഡ് യു ഇവ രണ്ടും നമ്മളൊരു പ്ലൂറലായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനേക്കാളും വളരെ വ്യക്തമായിട്ട് ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്നൊരു റൂൾ ഇംഗ്ലീഷിലുണ്ട്. അതൊരു അടുത്തൊരു ദിവസം വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാവിൻ്റെയും ഹാസിൻ്റെയും ഉപയോഗം. ഹാവ് ഉപയോഗിക്കേണ്ടത് ഒരു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. ഹാസ് ഉപയോഗിക്കുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ. ഇവിടെ പ്ലൂറൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഒന്നിൽ കൂടുതൽ കൂട്ടുകാരുണ്ട്. അപ്പോൾ മൈ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏത് ഓക്സിലറി വെർബായിരിക്കും ഉപയോഗിക്കേണ്ടത്? ഹാവ്. ഹാവ് ആണ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എൻ്റെ കൂട്ടുകാർക്ക് ഒരു പെറ്റുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഒരു ബോട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മൈ ഫ്രണ്ട്സ് ഹാവ് എ ബോട്ട്. മൈ ഫ്രണ്ട്സ് ഹാവ് എ ബോട്ട്. ഇനി ഒരു സിംഗുലർ നൗൺ വെച്ച്, ഒരു സിംഗുലർ സബ്ജക്റ്റ് വെച്ച് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഒരു സിംഗുലർ നൗൺ ഉപയോഗിച്ച് എങ്ങനെ ഹാവ് ഉപയോഗിക്കണോ ഹാസ് ഉപയോഗിക്കണോ എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, മൈ അങ്കിൾ. മൈ അങ്കിൾ. അങ്കിളിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെർബ് എന്തായിരിക്കും? ഹാസ് ആയിരിക്കുമോ ഹാവ് ആയിരിക്കുമോ? ഹാസ് ആണ്. മൈ അങ്കിൾ ഹാസ് എ കാർ. മൈ അങ്കിൾ ഹാസ് എ കാർ. ഇവിടെ അങ്കിൾ എന്ന് പറയുന്നത് ഒരാളാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾ ഇനിയും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. സോ കീപ് വാച്ചിങ്. താങ്ക് യു എവ്രി വൺ. ഹാവ് എ ഗുഡ് ഡേ. ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം.